മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കുന്നത് എങ്ങനെയെന്ന് വളരെ വൃത്തിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നു. അപ്പൊ രണ്ട് ഓർഡറുകളാണ് അവിടെ പഠിക്കാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ രണ്ട് ഓർഡറുകളാണ് മാസ്റ്റർ ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ഈ സിമ്പിൾ മോളിക്യൂൾസിനും അതേപോലെ തന്നെ ഹെവിയർ മോളിക്യൂൾസിന്റെയും കേസിൽ 2-3 എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് എങ്ങനെ ആ മോളിക്യൂളുകളുടെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കാം എന്ന് പറയാൻ പോവാം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾ H2. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പല രീതിയിൽ ചോദിക്കാം. ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ, ഡ്രോ ദി മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഫോർ H2 and predict whether the molecule is stable or unstable. ഓക്കെ, H2ന്റെ എന്താ പറയാ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കാൻ പറഞ്ഞിട്ട് ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. അതെങ്ങനെ ചെയ്യാം? അപ്പൊ ആദ്യം നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കാം. അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ H2 എന്ന മോളിക്യൂളിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എഴുതുക. ആകെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. അപ്പോൾ H2ൽ എത്ര ഉണ്ടാകും? 1 + 1 അല്ലെ. ഒരു ഹൈഡ്രജന്റെ 1 ഇലക്ട്രോണും മറ്റേ ഹൈഡ്രജന്റെ 1 ഇലക്ട്രോണും, ടോട്ടൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇനി നമ്മൾ അതിനെ ആ ഇലക്ട്രോൺസിനെ ഈ പറയപ്പെട്ട മോളിക്കുലാർ ഓർബിറ്റൽസിൽ MOSൽ അറേഞ്ച് ചെയ്യുന്നു. ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തതിന് പറഞ്ഞ പേരെന്താ കുഞ്ഞോളെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മളത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അറ്റോമിക് ഓർബിറ്റലിലാണോ? അല്ല, മോളിക്കുലാർ ഓർബിറ്റലിലാണ്. മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, MOEC, മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ H2ക്ക് ബാധകമായിട്ടുള്ള ഓർഡർ ഏതാ? അത് ഇതാണ്. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസ് എവിടെ ഫില്ല് ചെയ്യണം? ഏറ്റവും ചെറിയ എനർജി കുറഞ്ഞതിൽ σ1sൽ അല്ലെ. അപ്പൊ σ1sൽ അറേഞ്ച് ചെയ്യണം. ഏത് ഓർബിറ്റലിലും മാക്സിമം 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും, അക്കോർഡിംഗ് ടു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ σ1s2 ബാക്കി എഴുതണ്ട, ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ σ1s2. അപ്പൊ ഇതാണ് MOS. ഇനി എങ്ങനെയാണ് അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കാം. അതിതാണ് സംഗതി കേട്ടോ. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് 1s ഓർബിറ്റലാണ് ഉള്ളത്. അതാണ് ഇത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ. ഇത് മറ്റേ ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s ഓർബിറ്റൽ. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലെയും 1s ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ സൈഡിൽ എഴുതുന്നത് ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഒരു ഹൈഡ്രജൻ്റെത് മറ്റേ ഹൈഡ്രജൻ്റെത്. ഈ നടുവിലുള്ളതാണത് അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ. ഇനിയില്ലേ ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യേണ്ടത് ഇത് നോക്കിയിട്ടാണ്. σ1s എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വരക്കണ്ട കേട്ടോ, ഇത് മാത്രം വരച്ചാൽ മതി. H2 ചോദിച്ചാൽ ഇത് മാത്രം മതി, കാരണം 2sഉം σ2s ഒന്നും അവിടെ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജന്റെ H2ന്റെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കാൻ പറഞ്ഞു. ഇത് മാത്രം മതി, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ഭാഗം കംപ്ലീറ്റ് ആയി. എന്തെന്ന്? മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കുക എന്നുള്ളത്. ഇനി ആ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? പ്രഡിക്റ്റ് വെദർ ദി മോളിക്യൂൾ ഈസ് എക്സിസ്റ്റ് ഓർ നോട്ട്. ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതെങ്ങനെയാണ് അറിയാവോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ടേം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, എങ്ങനെ നോക്കോ? ഈ സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലുകളാണല്ലോ ബോണ്ടിങ് ഓർബിറ്റൽസ്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിനെ, അതായത് സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലിലെ ഇലക്ട്രോൺസിനെ നമുക്ക് NB എന്ന് വിളിക്കാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇനി സ്റ്റാർ ഉള്ളതാണല്ലോ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്, അതിലെ ഇലക്ട്രോൺസിനെ നമുക്ക് NA എന്ന് വിളിക്കാം, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഓക്കെ, sorry, number of electrons in anti-bonding molecular orbitals, number of electrons in bonding molecular orbitals. അപ്പൊ ഇത് സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം, ഇത് സ്റ്റാർ ഉള്ള ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം. അതിന്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക.
ഈ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കേൾക്കണം, എന്താണ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ, ആ ക്വാണ്ടിറ്റിയാണ് ബോണ്ട് ഓർഡർ. ഓക്കെ, ഏത് മോളിക്യൂളിനും അതിൻ്റെതായിട്ടുള്ള ഒരു ബോണ്ട് ഓർഡർ ഉണ്ടാവും. നമുക്കത് കണ്ടുപിടിക്കാം. H2ന്റെ കേസിൽ കണ്ടുപിടിക്കാം. വെയിറ്റ്, ഇനി ഈ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ബോണ്ട് ഓർഡറിന് 2-3 കാര്യങ്ങൾ, അതിന്റെ 2-3 സിഗ്നിഫിക്കൻറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് കേൾക്കണേ, മാഷി മോളിക്യൂൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവാണ്, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ബോണ്ട് ഓർഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. എന്താണ്? ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ number of electrons in bonding molecular orbitals and number of electrons in anti-bonding molecular orbitals. ഈ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ്, ഒരു സംഖ്യയാണ്. ഓക്കെ, ആ സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ, ഈ ബോണ്ട് ഓർഡർ ഇസ് പോസിറ്റീവ് ആണെങ്കിൽ, ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം that molecule is stable, that molecule is molecule exist ചെയ്യുന്നു, existing, that molecule exist and stable. അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ട്, അത് സ്റ്റെബിലിറ്റി ഉള്ള മോളിക്യൂൾ ആണ്. അതേസമയം ബോണ്ട് ഓർഡർ നെഗറ്റീവ് ആണെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ആൻഡ് അൺസ്റ്റേബിൾ. ഓക്കെ, അൺസ്റ്റേബിൾ എപ്പോഴാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് മാത്രമല്ല സീറോ ആണെങ്കിലും, സീറോ ആൻഡ് നെഗറ്റീവ്, ബോണ്ട് ഓർഡർ സീറോയോ നെഗറ്റീവോ വന്നാൽ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി നോക്കുന്നത്? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഒരു കാര്യം കൂടി അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? നേരെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് 2 മോളിക്യൂൾ തന്നു, N2O2F2, ഇങ്ങനെ 2-3 മോളിക്യൂൾസ് തന്നു. ഈ മോളിക്യൂൾസിൽ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ മോളിക്യൂൾ ഏതാണ് എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ ആ മോളിക്യൂളിലെ ബോണ്ട് സ്ട്രോങ് ആണ്. സ്ട്രോങ് ബോണ്ട് ആണെങ്കിൽ സ്റ്റേബിൾ മോളിക്യൂൾ ആണ്. ഓക്കെ, എപ്പോഴാണ് ബോണ്ട് സ്ട്രോങ് ആകുക? ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുമ്പോൾ, ഒരു ബോണ്ടിനെ പൊട്ടിക്കാൻ ഒരു ബോണ്ട് എനർജി കൊടുക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ ബോണ്ടിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഒരുപാട് കൂടുതലാണ്, ആ ബോണ്ട് ഹൈലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങളോട് ചോദിച്ചു ഇതിൽ ആരാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്? അതിന് വഴി എല്ലാത്തിന്റെയും ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചാൽ ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതൽ അതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലായിരിക്കും. ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലായിരിക്കും. അതായത് ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഓക്കെ, ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഡിസോസിയേഷൻ എനർജി. പക്ഷെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുമ്പോൾ എന്ത് കൂടും? ബോണ്ട് സ്ട്രെങ്ത് കൂടും. സോ ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ആ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി എന്താണ്? കൂടുതലാണ്. ദാറ്റ് മീൻസ് ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് 3 ടൈപ്പിലുള്ള കോവാലന്റ് ബോണ്ട് അറിയാം. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അതിൽ സിംഗിൾ ബോണ്ടിന് ലെങ്ത് കൂടുതലാണ്, ഡബിൾ ബോണ്ടിന് ലെങ്ത് കുറവാണ്, ട്രിപ്പിൾ ബോണ്ടിന് ഒന്നുകൂടി ലെങ്ത് കുറയും. ഓക്കെ, അപ്പോ ലെങ്ത് കൂടിയ ബോണ്ടാണെങ്കിൽ 2 ആറ്റങ്ങളെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ബോണ്ടിന് ലെങ്ത് കൂടുതലാണ്. ഇത് നോക്കിയാൽ ഇത് ഇങ്ങനെയാണ് ബോണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം 2 ആറ്റങ്ങൾ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അതേസമയം ബോണ്ട് വീക്ക് ആകുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. കണ്ട, ഇവിടെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്, അത് സ്ട്രോങ് ആകുമ്പോൾ ലെങ്ത് കുറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി സ്ട്രോങ് ആകുമ്പോൾ ബോണ്ട് ലെങ്ത് നല്ലോണം കുറയും. ഇതാണ് ട്രിപ്പിൾ ബോണ്ട്, ഇതാണ് ഡബിൾ ബോണ്ട്, ഇതാണ് സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ടിന് ലെങ്ത് കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നല്ലേ പറഞ്ഞത്? ബോണ്ട് സ്ട്രെങ്ത് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. That means bond order is inversely proportional to bond length.
Okay, so these are important inferences or important characteristics or important factors related to the bond order. Okay, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യങ്ങൾ ഓർമ്മ വേണം. ഒരു കാര്യം കൂടി, ഓക്കെ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ H2 മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതൊന്നും വരക്കാൻ പറയില്ല, വരക്കാൻ പറഞ്ഞില്ല എന്ന് വരക്കണ്ട കേട്ടോ. ബോണ്ട് ഓർഡറെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എനിവേ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. പ്രെഡിക്റ്റ് ദി മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദി മോളിക്യൂൾ. അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയാവുക എന്ന് പറഞ്ഞാൽ, ചില മോളിക്യൂളുകൾ പോട്ടെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടൊന്ന് പറയാം. ഒരു ആണി എടുത്തിട്ട് ഒരു കാന്തത്തിന്റെ മാഗ്നറ്റ്, ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിന്റെ അടുത്തേക്ക് ഒരു ആണിയെ കൊണ്ടുവന്നാൽ ആണി എന്ത് ചെയ്യും? പടി പിടിക്കും. ഈ മാഗ്നറ്റിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ട്, കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്. ആ ഫീൽഡുമായിട്ട് ഈ ആണി ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ. ഇന്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ഇവിടെ അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ എക്സ്റ്റേണൽ ഫീൽഡാണ് ഇത്, പുറത്തുള്ളൊരു ഫീൽഡ്. ആ ഫീൽഡിലേക്ക് ഈ ആണിയെ കൊണ്ടുവരുമ്പോൾ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ് ആണി. അതേസമയം ഒരു പ്ലാസ്റ്റിക് കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടുവന്നാലോ അട്രാക്ട് ചെയ്യുമോ? ഇല്ല, ഇന്ററാക്ഷൻ ഇല്ല. അതായത് ചില വസ്തുക്കൾ എക്സ്റ്റേണൽ ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ചില സബ്സ്റ്റൻസുകൾ ഇന്ററാക്ട് ചെയ്യില്ല. ഓക്കെ, ഇന്ററാക്ട് ചെയ്യുന്നവരെ പറയുന്ന പേരാണ് പാരാമാഗ്നറ്റിക്. ഓക്കെ, ഇന്ററാക്ഷൻ കൊണ്ട് ഇവിടെ അട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പാരാമാഗ്നറ്റിക്. ഓക്കെ, ഇന്ററാക്ഷൻ ഇല്ല എങ്കിൽ അതിന്റെ പേരാണ് ഡയാമാഗ്നറ്റിക്. നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫിസിക്സിലും പഠിക്കുന്നുണ്ട്, കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പാരാമാഗ്നറ്റിക്, ഇന്ററാക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയും. അപ്പൊ നിങ്ങളോട് ഇതേപോലെ ചില മോളിക്യൂൾസ്, ഇപ്പൊ ആണിയെ കൊണ്ടുവന്ന പോലെ തന്നെ ചില മോളിക്യൂൾസ് എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ററാക്ട് ചെയ്യും. അവർ പാരാമാഗ്നറ്റിക് ആണ്. ഇന്ററാക്ട് ചെയ്യാത്തവർ അത് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ നിങ്ങളോട് പറയും ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചിട്ട് അത് ഏതാണ്, അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് പറയാൻ പറയും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പൊ നമ്മൾ H2 തന്നെയാണുള്ളത്. H2ന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് അതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ഓക്കെ, ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? Nb - Na. ഇതെന്താണ്? സ്റ്റാർ ഇല്ലാത്തതിലെ ഇലക്ട്രോൺസ് എത്രയുണ്ട്? 2. സ്റ്റാർ ഉള്ളതിലോ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, -0.2 ഈക്വൽ ടു 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി എന്താ? ബോണ്ട് ഓർഡർ ഇസ് പോസിറ്റീവ്. അപ്പൊ നിങ്ങൾ അവിടെ താഴെ എഴുതണം ബോണ്ട് ഓർഡർ ഇസ് പോസിറ്റീവ്. സിൻസ് ബോണ്ട് ഓർഡർ ഇസ് പോസിറ്റീവ്, മോളിക്യൂൾ ഇസ് എക്സിസ്റ്റിംഗ്. ഓക്കെ, സിൻസ് ബോണ്ട് ഓർഡർ ഇസ് പോസിറ്റീവ്, മോളിക്യൂൾ ഇസ് എക്സിസ്റ്റിംഗ്. ഓക്കെ, ഇനി അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എങ്ങനെ പറയാം? ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മാഗ്നറ്റിക് ബിഹേവിയർ എങ്ങനെ കണ്ടുപിടിക്കുക അത് പറഞ്ഞില്ലല്ലോ. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എല്ലാത്തിനും, ഫോർ എക്സാമ്പിൾ ഇതാ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, 2 2 2 2 തീർന്നു. നോക്ക്, ഇതിലെല്ലാത്തിലും പെയർഡ് അല്ലേ, ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് അല്ലേ. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണല്ലോ, അത് പെയർഡ് ആണല്ലോ. പെയർഡ് 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 എല്ലാം പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. ഏതെങ്കിലും ഒന്നിന് അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നു, അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നു, എങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നു, അങ്ങനെയാണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് അൺപെയർഡ് ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. ഫുള്ളി പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ, അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഫുള്ളി പെയർഡ് ആണ്, അതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ? ഇപ്പോൾ ഹൈഡ്രജനിൽ ടോട്ടൽ ഇലക്ട്രോൺസ് എഴുതി, MOEC എഴുതി, ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചു. ബോണ്ട് ഓർഡറിൽ നിന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് അത് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രോൺസ് ഒന്നും അൺപെയർഡ് അല്ലാത്തത് കൊണ്ട്, ഫുള്ളി പെയർഡ് ആയതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞു. മനസ്സിലായ? ഓക്കെ, അപ്പൊ H2 കഴിഞ്ഞു. H2 കഴിഞ്ഞു. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയട്ടെ. കുപ്പന്റെ മക്കൾക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടെ. ഒന്നുമില്ലടാ, സിമ്പിൾ ആയിക്കോ. H2 പ്ലസ് എക്സാമ്പിൾ 2 H2 പ്ലസ്. H2 നിങ്ങൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? H2 2 ഇലക്ട്രോൺ. H2 പ്ലസ് ആകുമ്പോൾ പോസിറ്റീവ് ചാർജ് 1 വരുമ്പോൾ 1 ഇലക്ട്രോൺ ലോസ് ആവും. അപ്പൊ അതിൽ H2 പ്ലസിൽ ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ.
ഇനി അതിന്റെ MOS ചെയ്ത് സിഗ്മ 1s ആകെയുള്ള ഒരു ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം ആയിട്ട് എങ്ങനെ സിമ്പിൾ അല്ലേ? എങ്ങനെയാണ്? ഇത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ, ഇത് രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ. രണ്ടാമത്തെ H2 രണ്ട് ആറ്റങ്ങളുണ്ട്, അതിൽ ഒന്നിലെ ഇലക്ട്രോൺ ഉള്ളൂ, മറ്റേ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, മറ്റേ ഇലക്ട്രോൺ ഇല്ല, പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺ കാണിക്കരുത്. ഇനി സിഗ്മ 1s ഒരു ഇലക്ട്രോൺ. സിമ്പിൾ അല്ലേ? അപ്പൊ എനർജി ലെവൽ ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ ഈക്വൽ ടു എങ്ങനെ? സ്റ്റാർ ഇല്ലാത്തതിൽ 1, സ്റ്റാർ ഉള്ളതിൽ 0/2 ഈക്വൽ ടു ഹാഫ്. ഇനി രണ്ട് പോയിന്റ് പറ. ഫസ്റ്റ് പോയിന്റ്, സിൻസ് bond order is positive, molecule is stable and exist. I mean molecule exists and stable. Next, unpaired electrons ഉണ്ടോ? ഉണ്ട്. എന്താണ്? Due to the presence of unpaired electron in sigma 1s, the molecule is paramagnetic. അങ്ങനെ due to the presence of an unpaired electron in sigma 1s orbital, the molecule is paramagnetic in magnetic behavior. ഓക്കെ, അപ്പൊ നോക്ക്, H2 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണെങ്കിലും H2+ പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ പറയാം. അടുത്ത എക്സാമ്പിൾ He2. ഓക്കെ, ഒരു ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ. അപ്പോ He2 എന്ന് പറയുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. ടോട്ടൽ ഇലക്ട്രോൺസ് 4. നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. സോ MOS ഈക്വൽ ടു എന്താണ്? സിഗ്മ 1s ഒരു ഇലക്ട്രോൺ, സോറി 2 ഇലക്ട്രോൺ. ബാക്കി അടുത്ത 2 ഇലക്ട്രോൺ എവിടെയാണ്? സിഗ്മ സ്റ്റാർ 1s. പിന്നെ ഇങ്ങനെ ഒന്നും കാണിക്കണമെന്നില്ല, ഗ്രേറ്റർ ദാൻ വേണ്ട. നമ്മൾ ആ ഓർഡർ കാണിക്കുമ്പോൾ മാത്രമാണ് ഈ സൈഡ് വെച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് മാത്രം വേണ്ട കേട്ടോ. അപ്പൊ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്ക് ഇവിടെ ഇത് എന്താ പറയാ, MOS വരക്കാം. സിമ്പിൾ ആണ്, വരക്കാൻ ഈസിയാണ്. എങ്ങനെ? ഒരു ഹീലിയത്തിന്റെ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഇടുന്നത്. ഒരു ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ. ഇനി അവിടെ നോക്കിയിട്ട് ഇവിടെ പിന്നെ സിഗ്മ 1s 2, സിഗ്മ സ്റ്റാർ 1s 2. ഓക്കെ, ഇനി നിങ്ങൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കൂ. ബോണ്ട് ഓർഡർ ഈക്വൽ ടു സ്റ്റാർ ഉള്ളതിൽ 2, സ്റ്റാർ ഇല്ലാത്തതിൽ 2, സ്റ്റാർ ഉള്ളതിൽ 2/2 ഈക്വൽ ടു 0. ഏത് ഫസ്റ്റ് പോയിന്റ് ഏത്? എന്താണ്? സിൻസ് ദി ബോണ്ട് ഓർഡർ ഈസ് 0, മോളിക്യൂൾ ഡസന്റ് എക്സിസ്റ്റ് ആൻഡ് അൺസ്റ്റേബിൾ. ഇനി നിങ്ങൾ മാഗ്നറ്റിക് ബിഹേവിയർ പറയണോ? വേണ്ട. എന്തേ? മോളിക്യൂൾ ഇല്ലല്ലോ, ഇല്ലാത്ത മോളിക്യൂളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മാഗ്നറ്റിക് ബിഹേവിയർ പറയണ്ട. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ He2 മനസ്സിലായി. ഇനി അടുത്തത് He2+. അപ്പൊ എത്രയാണ്? ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ്? ടോട്ടൽ ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 3. MOS പറ. മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ 1s അതിൽ 2 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 1s. ഓക്കെ, അതിൽ 1 ഇലക്ട്രോൺ. എനർജി ലെവൽ ഡയഗ്രാം എന്താണ്? ഒരു ഹീലിയത്തിൽ 2, രണ്ടാമത്തെ ഹീലിയത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിൽ 1 ഉള്ളൂ. സിഗ്മ 1s 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 1s 1 ഇലക്ട്രോൺ. ഓക്കെ, ഇനി നിങ്ങൾ ബോണ്ട് ഓർഡർ പറ. ബോണ്ട് ഓർഡർ ഈക്വൽ ടു സ്റ്റാർ ഇല്ലാത്തത് 2, സ്റ്റാർ ഉള്ളതിൽ 1/2 1/2. ഇനി പറ 2 പോയിന്റ് പറ. ഫസ്റ്റ് പോയിന്റ്, സിൻസ് ദി ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ്, മോളിക്യൂൾ എക്സിസ്റ്റ് ആൻഡ് സ്റ്റേബിൾ. ഓക്കെ, അടുത്തത് എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഉണ്ടല്ലോ. എവിടെ? സിഗ്മ സ്റ്റാർ 1s. അപ്പൊ എന്ത് പറയും? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ സിഗ്മ സ്റ്റാർ 1s, മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് ഇൻ ബിഹേവിയർ. ക്ലിയർ? ഓക്കെ, അപ്പൊ അത് അപ്പൊ ചെറിയ 2 എണ്ണം ഇപ്പൊ നമ്മൾ ചെയ്ത്. ഇന്ന് വലുതൊന്ന് ചെയ്താലോ? ഓക്കെ, അപ്പൊ കൂടുതൽ എക്സാമ്പിൾ മാഷ് മോഡൽ തരാവേ.
വലുതായിട്ട് ഇപ്പൊ ഏത് പറയാം? നൈട്രജൻ തന്നെ ആയിക്കൊള്ളട്ടെ, N2. ഓക്കെ, N2. എത്രയാണ് ടോട്ടൽ ഇലക്ട്രോൺസ്? യെസ്, ഒരു നൈട്രജനിൽ 14, ഒരു നൈട്രജനിൽ 7, 2 നൈട്രജനിൽ 14. ഇനി MOEC പറ. MOEC ഈക്വൽ ടു സിഗ്മ 1sa 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 1sa 2 ഇലക്ട്രോൺ, സിഗ്മ 2sa 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 2sa 2 ഇലക്ട്രോൺ. എത്രയായി? 2, 4, 6, 8. അടുത്തതാരാ? π2px π2py. രണ്ടിനും ഒരേ എനർജിയാണ്. അതായത് അത് എന്താണ്? അത് ഡീജനറേറ്റ് സെറ്റാണ്. ഡീജനറേറ്റ് സെറ്റിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ്? ഓരോന്നിലും ഓരോ ഇലക്ട്രോൺസ് കൊടുക്കുക. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 2, 4, 6, 8, 9, 10 ഇലക്ട്രോൺസ് ബാക്കി ഉണ്ടെങ്കിൽ പെയർ ചെയ്യുക. 11, 12. ഓക്കെ, അപ്പൊ 2, 4, 6, 8, 10, 12 ആയി. ഇനി എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതെവിടെ കൊടുക്കും? സിഗ്മ 2pz കൊടുക്കുക. തീർന്നല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ഒന്നാമത്തെ നൈട്രജനിൽ 7 ഇലക്ട്രോൺസ്, 2, 4, 5, 6, 7. രണ്ടാമത്തേൽ 2, 4, 5, 6, 7. ഓക്കെ, ഇനി നമുക്ക് എവിടെ MOEC നോക്കിയിട്ട് ഫിൽ ചെയ്യാനോ? 2, 4, 6, 8, 10. ഇവിടെ ഓരോന്നാ 9, 10, 11, 12, 13, 14 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ ഈക്വൽ ടു സ്റ്റാർ ഇല്ലാത്തതിലേക്ക് വാ. 2, 4, 6, 8, 10 മൈനസ് 2, 4 തീർന്നില്ലേ? ബൈ 2 ഈക്വൽ ടു 10 മൈനസ് 4 6 ബൈ 2 3. ഓക്കെ, അപ്പോ എന്ത് എഴുതാം? സിൻസ് ദി ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ് ദി മോളിക്യൂൾ എക്സിസ്റ്റ് ആൻഡ് സ്റ്റേബിൾ. ഇനിയോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. Due to the absence of unpaired electrons in molecular orbitals, the molecule is diamagnetic in behavior. ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി. ഇനി നമ്മൾ ഹെവിയർ മോളിക്യൂൾസിന്റെ പറയും. അപ്പൊ ഹെവിയർ മോളിക്യൂൾസിന്റെ കേസിൽ നമുക്ക് ഓക്സിജന്റെ മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കി ഒന്നും ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്നറിയോ? എക്സ്പ്ലെയിൻ ദി 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. കുഞ്ഞോളെ ആ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദി പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ഓക്സിജൻ. എക്സ്പ്ലെയിൻ ദി പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ഓക്സിജൻ. അതിനില്ലടാ കുഞ്ഞോളെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കണ്ട. ഓക്കെ, ഞാനിപ്പോ ഇത് ഓക്സിജൻ പോലുള്ള മോളിക്യൂൾസിന് വേണ്ടിയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ആണ്. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരക്കണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ വരക്കാൻ നിൽക്കണ്ട. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമ്മളിവിടെ തൽക്കാലം ഫുള്ള് വരക്കാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമ്മൾ വരക്കും. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ അതിലെ ടോട്ടൽ ഇലക്ട്രോൺസ് എഴുതുക. ഈ ക്വസ്റ്റ്യൻ വന്നാൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എഴുതുക. എത്രയാണ്? 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഓക്സിജനിൽ 8 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഓക്സിജനിൽ 8 ഇലക്ട്രോൺ, ടോട്ടൽ 14. ഇത് നിങ്ങൾ MOEC പറ. എന്താണ്? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 അല്ലേ?
ഇനിയാണ് ആ ഓർഡർ എത്തിക്കൂടാ. എന്താണ് ആദ്യം സിഗ്മ 2z ഐ മീൻ 1 to 2 ആണ്. ഓക്കെ, ഓർഡർ 1 to 2 1. അപ്പൊ അടുത്തത് ഏതാണ്? സിഗ്മ 2pz which is അതിലെത്ര ഉണ്ട്? 2. അതാ എന്തല്ല ഡിജനറേറ്റ് അല്ല. ഇപ്പൊ ടോട്ടൽ എത്ര? 2 4 6 8 10. ഇനി അടുത്ത രണ്ടെണ്ണം എന്താണ്? ഡിജനറേറ്റ് അല്ലേ? 2px by 2py. ഓക്കെ, അപ്പൊ എന്താകണം? ഓരോന്നും കൊടുക്കണം. 2 4 6 8 10 11 12 13 14. ഓക്കെ, ഇനി ബാക്കി എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അതുവഴിയാണ് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. പൈ സ്റ്റാർ 2px ഒന്ന്, പൈ സ്റ്റാർ 2py ഒന്ന്. ഇപ്പൊ എന്തായി? 16. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറയാ, പാരാമാഗ്നറ്റിക് ബിഹേവിയർ മാത്രം ചോദിച്ചാൽ ഇത് എഴുതി കഴിഞ്ഞ ശേഷം പിന്നെ ആ ഒറ്റൊരു പോയിന്റ് എഴുതിയാൽ മതി. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഒന്ന് ബോണ്ട് ഓർഡർ ഒന്നും കണ്ടുപിടിക്കണ്ട. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് unpaired electrons, due to the presence of unpaired electrons in pi star 2px and pi star 2py, the molecule is paramagnetic in behavior. ഓക്കെ, എത്ര മതി? ഉത്തരവായി. ഓക്കെ, ഇനി എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഫിൽ ചെയ്യുന്നത്? ഒരു ഓക്സിജന്റെ കേസിൽ 8 ഇലക്ട്രോൺ, 2 4 6 സോറി 2 4 5 6 7 8. അടുത്ത 8 2 4 5 6 7 8. ഇനി എന്താക്കുക? ഇനി ആ ഓർഡർ നോക്കിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക. 2 4 6 8 10 11 12 13 14 15 16 ഓർഡർ. ഓക്കെ, ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? ബോണ്ട് ഓർഡർ ഈക്വൽ ടു, ഓക്കെ, സ്റ്റാർ ഇല്ലാത്തതിൽ 2 4 6 8 10 10 മൈനസ് സ്റ്റാർ ഉള്ളതിലോ 2 4 5 6 ബൈ 2 10 മൈനസ് 6 4 ബൈ 2 2. ബോണ്ട് ഓർഡർ 2. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാഷ് പറയാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പയർ ദി സ്റ്റെബിലിറ്റി ഓഫ് O2 2 plus O2 plus O2 2 plus O2 minus O2 2 minus. ഇത്രയെണ്ണത്തിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ. അതായത് ആർക്കാണ് കൂടുതൽ, പിന്നാർക്കാണ് അത് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കേ, സ്റ്റെബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. അപ്പൊ എല്ലാത്തിന്റെയും ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഒന്നിന്റെ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളതിനെ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ O2ന്റെ ബോണ്ട് ഓർഡർ ഓഫ് O2 നമ്മളിപ്പോ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ്? 2. ഇനി O2 പ്ലസിന്റെ കണ്ടുപിടിക്കാം. O2 പ്ലസ് എന്ന് പറയുമ്പോൾ O2ൽ 16 ഇലക്ട്രോൺ, O2 പ്ലസിന് 15 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ കുറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്? 2 4 6 8 10 12 14 15 ഇവിടെ ഇല്ല. ഓക്കെ, അതായത് സ്റ്റാർ ഉള്ളതിൽ നിന്ന് 1 ഇലക്ട്രോൺ കുറഞ്ഞു. ഓക്കെ, അപ്പൊ 6 ഉള്ളത് 5 ആയി. അപ്പൊ എന്തായി? 5/2 which is 2.5. അപ്പൊ O2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ 2.5. ഓക്കെ, ഇനി O2 2 പ്ലസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കുറഞ്ഞു അല്ലെ? O2ൽ 16 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. O2 2 പ്ലസ് എന്ന് പറയുമ്പോൾ 14 ആയി. അപ്പൊ 2 4 6 8 10 12 14 ഇവിടെ ഇലക്ട്രോൺ ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ഉള്ളതിന് ഒന്നുകൂടി കുറഞ്ഞു. 10 മൈനസ് 4 6/2 which is 3. So O2 2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ 3. ഇനി നമുക്ക് O2 മൈനസിലേക്ക് പോവാം.
O2 മൈനസ് എന്ന് പറയുമ്പോൾ O2ൽ 16 ഇലക്ട്രോൺ, O2 മൈനസ് എന്ന് പറയുമ്പോൾ 17 ഇലക്ട്രോൺ ആയി. എങ്ങനെ ഇത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെ? 2 4 6 8 10 12 14 15 16 17. ഓക്കെ, അപ്പോ സ്റ്റാർ ഇല്ലാത്തതിൽ 2 4 6 8 10, സ്റ്റാർ ഉള്ളതിൽ 2 4 6 7 അല്ലെ, 2 4 6 7. അപ്പൊ 3/2 1.5. ഓക്കെ, സോ O2 മൈനസിന്റെ 1.5. ഇനി O2 മൈനസ് ആകുമ്പോഴോ സിമ്പിൾ, ഒരു ഇലക്ട്രോൺ കൂടി കൂടി. അപ്പൊ എന്തായി? ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടും, ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടും. അപ്പൊ എന്താണ്? 2/2 which is equal to 1. So bond order 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ പോരെ. Therefore order of stability എന്താണ്? Order of stability is equal to O2 2+ ആണ് സ്റ്റെബിലിറ്റി കൂടുതൽ. നെക്സ്റ്റ് O2 പ്ലസിന്, നെക്സ്റ്റ് O2വിന്, നെക്സ്റ്റ് O2 മൈനസിന്, ലാസ്റ്റ് O2 മൈനസിന്. ഓക്കെ, അപ്പോൾ MOT-യുമായി ബന്ധപ്പെട്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു.